മൂന്നാം മോദി സർക്കാരിൻ്റെ രണ്ടാമത്തെ ബഡ്ജറ്റ് നാളെ നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കും. എല്ലാവർക്കും തുല്യ പരിഗണന നൽകുക എന്ന ലക്ഷ്യമാണെങ്കിലും ഇതിനെ ആശങ്കയോടെയാണ് പ്രതിപക്ഷ പാർട്ടികൾ നോക്കിക്കാണുന്നത്. കാപ്പെക്സിൽ നിന്ന് ഉപഭോഗത്തിലേക്ക് ശ്രദ്ധ തിരിക്കാനുള്ള അവസരം നൽകുന്നതിനാൽ ഈ വർഷത്തെ ബഡ്ജറ്റ് നിർണായകമാണ് എന്ന് എക്കണോമി വിദഗ്ധർ വിലയിരുത്തുന്നു. ഉപഭോഗത്തെ ബാധിച്ചതിൻ്റെ ഫലമായി GDP വളർച്ചയിലെ മാന്ദ്യം മൂലം തടസ്സപ്പെട്ട സമ്പദ് വ്യവസ്ഥയെ ഗണ്യമായി ഉയർത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ്. ഈ ഷിഫ്റ്റിൻ്റെ സാധ്യതയുള്ള നേട്ടങ്ങൾ വളരെ വലുതാണ്. ഇത് വിപണി വികാരത്തിൽ വളരെ ആവശ്യമായ മാറ്റം കൊണ്ടുവരുമെന്ന് മിറാമണിയുടെ സഹസ്ഥാപകൻ ആനന്ദ് കെ രതി പറഞ്ഞു. ഇക്കാര്യത്തിൽ മുൻ കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ നിരീക്ഷണം ഏറെ പ്രാധാന്യമുള്ളതാണ്. ഉയരുന്ന പണപ്പെരുപ്പം, സ്തംഭനാവസ്ഥയിലായ വേതനം, തൊഴിലില്ലായ്മ, വലിയ വരുമാന അസമത്വം ഇന്ത്യയിൽ ആകെ നടമാണ്. യുവാക്കളുടെ തൊഴിലില്ലായ്മ 40% പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ സർക്കാർ അമ്പെ പരാജയപ്പെട്ടു എന്നും ചിദംബരം പറയുന്നുണ്ട്. ഗണ്യമായ വരുമാന അസമത്വത്തെയാണ് ചിദംബരം ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത്. മുകൾ തട്ടിലുള്ള 20-30% ആളുകളുടെ ജീവിതം മെച്ചമായിരിക്കുകയും എന്നാൽ ബാക്കിയുള്ള 70%, പ്രത്യേകിച്ച് താഴെയുള്ളതിൻ്റെ പകുതി, വെറും 100-150 രൂപ കൊണ്ടാണ് ജീവിക്കുന്നത്. ഇത് വലിയ അസമത്വമുണ്ട്. സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള വിടവ് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഇത് നേരിടാൻ സർക്കാർ ഒന്നും ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം എടുത്തു പറയുന്നു. നിലവിൽ GDPയുടെ 0.64% ഇന്ത്യയുടെ ഗവേഷണത്തിനും വികസനത്തിനുമുള്ള ചെലവ് ആഗോളതലത്തിൽ നോക്കുമ്പോൾ ഏറ്റവും കുറവാണ്. ജർമ്മനി, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്ക് പിന്നിലാണ് ഇത് ബജറ്റ് വിഹിതം വർദ്ധിപ്പിക്കുന്നതിനുള്ള ആഹ്വാനങ്ങൾക്ക് ആക്കം കൂട്ടുന്നു എന്ന് പ്രതീക്ഷയിലാണ്. എന്നിരുന്നാലും യഥാർത്ഥ പ്രശ്നം മൊത്തം ഫണ്ടിങ്ങിലല്ല, മറിച്ച് അത് ഗവേഷകരെ എത്രത്തോളം ഫലപ്രദമായി ശാക്തീകരിക്കുന്നു എന്നതിലാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ 4000-ലധികം ഗവേഷകരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 2020 മാത്രം 1 ദശലക്ഷം ആളുകൾക്ക് 260 ഗവേഷകർ മാത്രമുള്ള ആളോഹരി കാഴ്ചപ്പാട് ഫണ്ടിംഗ് വെല്ലുവിളികളെക്കുറിച്ചുള്ള ചിത്രങ്ങളാണ് നൽകുന്നത്. ഫലപ്രദമായ ഗവേഷണം നടത്താൻ ആവശ്യമായ വിഭവങ്ങൾ ഇന്ത്യയിൽ പരിമിതമാണ്. ഫണ്ട് വിതരണത്തിലെ കാലതാമസം പലപ്പോഴും വർഷങ്ങൾ നീണ്ടു നിൽക്കുകയും ഗവേഷണ വിദ്യാർത്ഥികൾക്കുള്ള ഫെലോഷിപ്പുകളെ ബാധിക്കുകയും ചെയ്യുന്നത് ഗവേഷണ സമൂഹം അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് ഗവേഷണത്തിലുള്ള ആവശ്യവാങ്ങലുകൾ വൈകിപ്പിക്കുകയും ചെയ്യുന്നു. ഈ കാര്യക്ഷമതയില്ലായ്മ ഉപയോഗശൂന്യമായ ഫണ്ടുകൾ തിരികെ നൽകുന്നതിനോ കുറയ്ക്കുന്നതിനോ കാരണമാക്കുന്നുണ്ട് എന്ന് ചിദംബരം എടുത്തു പറഞ്ഞു. എന്നാൽ കേന്ദ്ര ബജറ്റിന്റെ കാര്യത്തിൽ ഏറെ പ്രതീക്ഷയിലാണ് കേരള ധനമന്ത്രി KN ബാലഗോപാൽ. ഇതുവരെയുള്ള കേന്ദ്രത്തിന്റെ കേരളത്തോടുള്ള നയമനുസരിച്ച് ആശങ്ക നിലനിൽക്കുന്നുണ്ടെങ്കിലും കേരളം കേന്ദ്ര ബജറ്റിൽ പ്രതീക്ഷ അർപ്പിച്ച് 24,000 കോടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാജ്യത്തിൻ്റെ അഭിമാന പദ്ധതി എന്ന നിലയിൽ വിഴിഞ്ഞം പദ്ധതിക്ക് 500 കോടിയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. വായ്പാ തുകയിൽ 1,200 കോടി കുറച്ചത് പുനർപരിശോധിക്കണമെന്നാണ് കേരളത്തിൻ്റെ ആവശ്യം. പ്രവാസി സംരക്ഷണ പദ്ധതികൾക്കായി 300 കോടിയും റബ്ബർ താങ്ങുവില 250 രൂപയായി നിലനിർത്തുന്നതിന് 1000 കോടിയും ചോദിച്ചിട്ടുണ്ട്. തീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചെങ്കിലും വയനാട്ടിനായി സഹായം ഒന്നും ഇതുവരെ അനുവദിച്ചിട്ടില്ല. ഇതിലും പ്രതീക്ഷ അർപ്പിച്ചാണ് കേരളം കാത്തിരിക്കുന്നത്. വിഴിഞ്ഞത്തിനായി പ്രത്യേക പാക്കേജുകളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. 5000 കോടിയാണ് ആവശ്യപ്പെട്ടത്. അനുഭാവപൂർവമായ തീരുമാനം വരണമെന്ന് ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. VGFന്റെ കാര്യവും ആവശ്യപ്പെട്ടു. AICC ഗവേഷണ വിഭാഗം ചെയർപേഴ്സൺ പ്രൊഫസർ MV രാജീവ് ഗൗഡയും സംഘവും തയ്യാറാക്കിയ റിപ്പോർട്ടിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ ഇന്ത്യ തുടർച്ചയായി പരാജയപ്പെട്ടു എന്ന് കാണിക്കുന്നു. മോദി സർക്കാർ ഇടത്തരം വരുമാനക്കണിയിലേക്ക് ഇന്ത്യയെ മുന്നോട്ട് നയിക്കുകയാണെന്ന് റിപ്പോർട്ട് അവകാശപ്പെടുന്നുണ്ട്. ഇത് നമ്മെ മത്സരരഹിതരും ഉൽപാദനക്ഷമവും അസമത്വവും ഉളവാക്കുന്നതാണ്. 6% പരിധിയിലുള്ള GDP വളർച്ച നമ്മുടെ വളരുന്ന യുവജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പര്യാപ്തമല്ല. പ്രത്യേകിച്ച് ദ്രുതഗതിയിലുള്ള സാങ്കേതിക മാറ്റം തൊഴിലാളികളുടെ ഭാവിയെ തടസ്സപ്പെടുത്തുമ്പോൾ ഇത് ഇന്ത്യയെ ഉയർന്ന അസമത്വത്തിൻ്റെ അവസ്ഥയിൽ നിലനിർത്തും. അവിടെ നമ്മുടെ ജനസംഖ്യയുടെ 2/3 ഭാഗവും സർക്കാരിൽ നിന്നുള്ള സൗജന്യ ധാന്യങ്ങളെ ആശ്രയിക്കുന്നു. അതേസമയം
പ്രധാനമന്ത്രിയുടെ പ്രീതിയുള്ള കുറച്ച് പേർ അതിവേഗം സമ്പത്ത് ശേഖരിക്കുകയാണ്. വളർച്ചയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന AICCയുടെ റിപ്പോർട്ടിലാണ് ഇത് പറയുന്നത്. എന്തായാലും കടുത്ത പ്രതിസന്ധി നേരിടുന്ന ഇന്ത്യയുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് പ്രതീക്ഷിക്കുന്നുണ്ട്. എങ്കിലും BJPയുടെ നിലപാടുകളിൽ ആശങ്കയുമുണ്ട്. BJPയുടെ ഭരണത്തിൽ രാജ്യം ഇനിയും താഴേക്ക് പോകുമോ എന്ന് കാത്തിരുന്ന് നമുക്ക് കാണേണ്ടതുണ്ട്. ഈ ബഡ്ജറ്റ് അതിനുള്ള വഴിയാവട്ടെ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.